ഇതാര്? മീനയോ? അല്ല, നീ എന്താ ഇത്ര രാവിലെ? എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തോട്ട് എന്താ കയറാത്തെ? വേണ്ട ചേച്ചി, എന്റെ ദേഹം മൊത്തം അപ്പടി അഴുക്കും പൊടിയാ. ഞാൻ കയറിയിരിക്കണില്ല. ചേച്ചി എനിക്കൊരു സഹായം ചെയ്യുമോ? ഒരു 1000 രൂപ എനിക്ക് തന്ന് സഹായിക്കുമോ? ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു തന്നോളാം ചേച്ചി. അതിനിപ്പോ എന്താ? ഞാനിപ്പോ പോയി പൈസ എടുത്തിട്ട് വരാം. നീ അകത്തോട്ട് കയറിയിരിക്കേ. ഏട്ടാ, ഞാൻ ഏട്ടന്റെ പേഴ്സിൽ നിന്ന് ഒരു 1000 രൂപ എടുക്കുന്നുണ്ടേ. ഓ, ഇന്നും വന്നായിരിക്കൂലേ എൻ്റെ പുന്നാര പെങ്ങള്. ഇനിയും വൈകിട്ടില്ലെന്ന് നീ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അവൾ ആ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ നരയിക്കണ കാണുമ്പം ഒരു വിഷമം, അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ എന്തു പറയാനാ ഏട്ടാ? കാര്യം, നിങ്ങളെല്ലാവരും വേണ്ടെന്ന് വെച്ച് നിങ്ങളുടെ വാക്ക് കേൾക്കാതെ സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങിപ്പോയതാ. ഇപ്പം ഭർത്താവ് മരിച്ച് വർഷം ഒന്നാവുന്നതിന് മുന്നേ വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഭാര്യ അതനുസരിക്കും ഏട്ടാ? അന്നേ അവളോട് ഞാനും അച്ഛനും അമ്മയൊക്കെ മാറി മാറി പറഞ്ഞതാ, അസുഖക്കാരനായി അവൻ്റെ കൂടെ പോവരുതെന്ന്. എവിടെ, സ്നേഹം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന അവൾക്ക് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുക? എന്നിട്ടിപ്പോൾ ഒടുക്കം എന്തായി? അഷ്ടിക്ക് വകയില്ലാതെ കിടന്നോടുന്ന കണ്ടില്ലേ? മീന എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിനെ മറന്ന് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തൊക്കെ പറഞ്ഞാലും അങ്ങേരെ അവൾക്ക് ജീവനായിരുന്നു. ഇനി ഏട്ടനായിട്ടൊന്നും പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട. ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. നീ നിന്ന് സമയം കളയാതെ വേഗം ചെന്ന് ആ കാശ് കൊണ്ടേ കൊടുക്കാൻ നോക്ക്. ദാ കാശ്. നീ വല്ലതും കഴിച്ചായിരുന്നോ? വേണ്ട ഏട്ടത്തി, എനിക്ക് പെട്ടെന്ന് പോണം. അതുമല്ല, കുഞ്ഞവിടെ ഒറ്റയ്ക്കാ. ഒരു പനിക്കോളും ഉണ്ട്. ഞാൻ ചെന്നിട്ട് വേണം കുഞ്ഞിനെ കൊണ്ടൊന്ന് ആശുപത്രി കൊണ്ടുപോകാൻ. കുഞ്ഞിന് നീ രാവിലെ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല ചേച്ചി, ആശുപത്രി പോയിട്ട് വേണം എന്തേലും വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും പോട്ടെ ചേച്ചി. നീ അവിടെ ഇരുന്നേ. ആദ്യം വന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുക. എന്നിട്ട് കൊച്ചിനുള്ള ആഹാരം കൂടെ ഞാൻ തന്നു വിടാം. നീ വീട്ടിൽ കൊണ്ടേ കൊടുത്ത് കൊച്ചിനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് വേണം ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വെറും വയറ്റിലൊന്നും ആശുപത്രി കൊണ്ടുപോയേക്കരുത്, പറഞ്ഞേക്കാം. അയ്യോ വേണ്ട ചേച്ചി, എനിക്ക് ശരിക്കും വിശപ്പില്ലാത്തോണ്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ അവിടെ ഇരുന്നേ, ഞാൻ ഇപ്പൊ വരാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഏട്ടത്തി? ഞാനും കൂടി വരണോ മീനെ? നീ ഒറ്റയ്ക്ക് പോകുമോ ആശുപത്രിയിൽ? വേണ്ട ഏട്ടത്തി, കുഴപ്പമൊന്നുമില്ല. കൊച്ചിനെ ഞാൻ ഒരുക്കി ഇരുത്തിയിട്ടാണ് വന്നത്. ഇനി ചെന്നിട്ട് ആശുപത്രിയിലോട്ട് ഇറങ്ങിയാൽ മാത്രം മതി. എങ്കിൽ ശരി, നീ വേഗം ചെല്ല്, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ വൈകുന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങിയേക്കാം. ശരി ഏട്ടത്തി. പാവം, എന്ത് കഷ്ടാ അതിന്റെ കാര്യം. എങ്ങനെ നടന്നിരുന്ന പെണ്ണ. ഇപ്പൊ കളിയില്ല, ചിരിയില്ല, ഒന്നുമില്ല. ഒരു കുടുംബം നോക്കി കൊച്ചിനെയും കൂടെ നോക്കണ്ടേ? മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ നല്ലൊരു ജോലിയെങ്കിലും വാങ്ങിച്ച് ജീവിക്കായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? തലയിലെഴുത്ത്, അല്ലാതെ എന്തു പറയാൻ. ആ, ഇതാര്? മീനയോ? നീ വന്നായിരുന്നോ? അവരൊന്നും ഇവിടെ ഇല്ലേ വല്യമ്മച്ചി? ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? ആ, അവരെല്ലാരും കൂടി ഒന്ന് പുറത്ത് പോയേക്കുവാ. ഇനി വൈകുന്നേരേ വരുള്ളൂ. അല്ല, നീ എന്താ ഇന്ന് ഇത്ര താമസിച്ചത്? അത് പിന്നെ വല്യമ്മച്ചി, കുഞ്ഞിന് രാവിലെ നല്ല സുഖമില്ലായിരുന്നു. കുഞ്ഞിനെ ആശുപത്രി കാണിച്ചിട്ട് വരുന്ന വഴിയാ. അതാ ഇച്ചിരി താമസിച്ചത്. ആ ഫ്രിഡ്ജിന്റെ പൊക്കത്ത് അവർ എഴുതി ഒട്ടിച്ചിട്ടാ പോയേക്കുന്നത് എന്തൊക്കെയാ ചെയ്തു വെക്കണ്ടേന്നുള്ളത്. അതെല്ലാം നോക്കി നീ ചെയ്തു വെച്ചിട്ട് പൊക്കോ. ഞാനൊന്ന് കിടക്കട്ടെ. പറ്റുവാണെങ്കിൽ ഒരു കാപ്പി ആ റൂമിലോട്ട് വെച്ചേക്ക്. നല്ല ക്ഷീണം. ശരി അമ്മച്ചി. മീന, സാറ് ഇത്ര പെട്ടെന്ന് വന്നോ?
ഞാൻ വേഗം തുടച്ചിട്ട് മാറാം സാറേ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മീന തുടച്ചോളൂ. സാറ് വേണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി നിന്നോ, ഞാൻ വേഗം തുടച്ചിട്ട് മാറാം. എന്നിട്ട് അകത്തോട്ട് കയറി ഇരിക്കാലോ. അതിനെന്താ മീന, ഞാനിവിടെ നിന്നോളാം മീന തുടച്ച് കഴിയണവരെ. മീനയ്ക്കറിയാവോ ഞാനെന്താ അവരുടെ കൂടെ പുറത്തു പോയിട്ട് പെട്ടെന്ന് തിരികെ വന്നേന്ന്? മീനേനെ ശരിക്കൊന്ന് കാണാനും ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാനും കൂടി വേണ്ടയാ. മീനയ്ക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ സഹായിക്കാം. എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലും പൈസയുണ്ട്. പൈസക്കൊക്കെ ആവശ്യമുണ്ട് സാറേ. എന്ന് കരുതി അർഹിക്കാത്ത പൈസയോട് ആർത്തിയൊന്നുമില്ല. സാറങ്ങ് മാറി നിൽക്ക്, ഞാൻ എൻ്റെ പണിയൊന്ന് ചെയ്തോട്ടെ. നീ എന്ത് കണ്ടിട്ടാടി ജാട കാണിക്കുന്നത്? ഇങ്ങോട്ടേക്ക് വാടി നീ. സാർ എന്തേ കാണിക്കുന്നത്? വിട്, എൻ്റെ കൈ വിട് സാറേ. ബലം പിടിക്കാതെ മര്യാദയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് വന്നോ. സാർ എൻ്റെ കൈ വിടാനാ പറഞ്ഞത്. അടങ്ങി നിക്കടി, നിന്നെ പോലുള്ള കുറെ ഉൾമാര് ഞാൻ കണ്ടിട്ടുള്ളതാ. സാർ എൻ്റെ കൈ വിടാനാ പറഞ്ഞത്. നീ എന്നെ അടിച്ചല്ലോ, നിന്നെ ഇന്ന് ഞാൻ തൊട്ട് പോകരുത് തന്നെ. ദേ, പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് കരുതി എന്ത് വൃത്തികേടുകളും കാണിക്കുന്നവളല്ലേ ഈ മീന. താൻ കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തില് ഈ മീനയെ കൂട്ടണ്ട. പിന്നെ ഭർത്താവ് മരിച്ചെന്ന് കരുതി ലോകത്തിലുള്ള സകല പെണ്ണുങ്ങളും വേറെ ആണുങ്ങളുടെ കൂടെ പോകുന്നതല്ല സാറേ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ സാറ് കണ്ടിട്ടുള്ളൂ. അതൊന്നും തന്നെ പോലുള്ള കിഴങ്ങന്മാർക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തില്ല. എനിക്ക് തന്റെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാ. അവളുടെ ഒരു ജാട. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിനെ ഞാനെങ്ങനെ വളർത്തും, പഠിപ്പിക്കും? ഇല്ല, തളർന്നിരുന്നിട്ട് കാര്യമില്ല. എന്നെ തോൽപ്പിച്ച വിധിയോട് എനിക്ക് പൊരുതണം, പൊരുതി ജയിക്കണം. എന്റെ മീനെ, ഇനിയെങ്കിലും നീ ഞങ്ങൾ പറയുന്നെന്ന് കേൾക്ക്. നിനക്ക് നിന്റെ കുഞ്ഞിനെ വളർത്തണം, പഠിപ്പിക്കണം. അതിനൊരു ആൺതുണ കൂടിയേ തീരത്തുള്ളൂ. ഇതിപ്പം അരുണേട്ടന്റെ ഫ്രണ്ടാ, അറിയുന്ന ആളും. ഒന്നും പേടിക്കണ്ട, നിന്റെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിക്കോളും. വേണ്ട ഏട്ടത്തി, ഏട്ടത്തി ഇനി ഒന്നും പറയണ്ട. ഒരാണിന്റെ തുണയില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലെന്ന് ഏട്ടത്തിയോട് ആരാ പറഞ്ഞത്? എത്രയോ സിംഗിൾ പേരൻസ് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ചേച്ചി. അവരൊക്കെ കുഞ്ഞിനെ വളർത്തുന്നില്ലേ, ജീവിക്കുന്നില്ലേ? ഇല്ല ചേച്ചി, ഇനി ഈ മീനെ കരഞ്ഞുകൊണ്ടിരിക്കത്തുമില്ല, തോറ്റോടത്തുമില്ല. എത്ര കഷ്ടപ്പെട്ടാണേലും ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തും, വലുതാക്കും, പഠിപ്പിക്കും. ഇതെൻ്റെ വാശിയാ, ഈ സമൂഹത്തോടുള്ള എൻ്റെ വാശി.